ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആകെ ചെയ്തിട്ടുണ്ടല്ലോ ഒരു മോയ്സ്ചറൈസിങ്, ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസിങ് ഞാൻ എൻ്റെ ലിപ്സിൽ ഇട്ടിട്ടുണ്ട്. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഫസ്റ്റ് തിങ് ഞാൻ ഒരു സെറം തേക്കട്ടെ എൻ്റെ മുഖത്ത് കേട്ടോ. നമ്മുടെ കഴുത്ത് മറക്കരുത് കേട്ടോ. എവറി ടൈം നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്ത് മറക്കാനേ പാടില്ല. ഒരു നൊവേജിൻ്റെയാണ് ഞാൻ എന്നും യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് ഞാൻ ഇന്നിപ്പോൾ ഇടുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ SPF ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് തിങ് ഞാൻ ഇടുന്നത് ക്ലിനിക്കിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഒരു പമ്പ് എടുത്തിട്ട് ആദ്യം നമ്മുടെ മുഖത്ത് ഡോട്ട്സൊക്കെ വയ്ക്കാം കേട്ടോ. മുഖത്ത് നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ആ ക്യാൻവാസിനെ നമ്മൾ ശരിയാക്കി എടുക്കുന്നതാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് അല്ലേ. ചിത്രം വരയ്ക്കുമ്പോൾ നന്നായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? ആ ക്യാൻവാസ് ശരിയാവണം. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൗണ്ടേഷനൊക്കെ ഇട്ട് മുഖം ശരിയാക്കുന്നത്. അപ്പം നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ഈവനാക്കി എടുക്കുക. ഓക്കെ, ഓക്കെ. ഐബ്രോ ഫില്ല് ചെയ്തു. ഇനി ഇതുകൂടെ ചെയ്യാൻ അല്ലേ. ഡിഫറൻസ് മനസ്സിലായല്ലോ. രണ്ടും കഴിയുന്നതും ഒരുപോലെ ചെയ്യുക. അപ്പോൾ ഇപ്പം ഞാൻ കണ്ണുകൾ ചെയ്യുന്നത്, നമുക്ക് ഐദർ ഒരു ബ്രഷ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഫിംഗേഴ്സ് വെച്ച് ചെയ്യാം. ഒരു ഗോൾഡ് കളറാണ് കേട്ടോ. ഗോൾഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തട്ടി എക്സ്ട്രാ കളയുക. അതിന് ശേഷം നമ്മുടെ ഈ സെൻറ്ററിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. കാണാവോ നിങ്ങൾക്ക്? ഈ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഡ്രാഗ് അലോങ് ലൈറ്റ്ലി. വീണ്ടും ആ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ ടച്ചാണ് ചെയ്തത് കേട്ടോ. അതുപോലെ രണ്ട് കണ്ണും ചെയ്യാം. രണ്ട് കണ്ണും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ എഴുതാം കേട്ടോ. ഇനി നമുക്കൊരു ഐലൈനർ എഴുതാം കേട്ടോ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ കൈവശമുള്ള ഐലൈനർ എടുക്കുക. ഇതുവരെ വരച്ചെത്തും. ഇനി ആണ് നമ്മൾ ലൈൻ ചെയ്യേണ്ടത് ഓൾ ടുഗെദർ കേട്ടോ. ഡോട്ട്സ് ഇട്ടതിന് ശേഷം ലൈൻ ചെയ്യാം കേട്ടോ. ഒരു ഫ്ലെക്ക് കൂടെ കൊടുക്കണം ഇവിടെ വരുമ്പോൾ കേട്ടോ. ഒരു ഫ്ലെക്ക് കാണാവോ? ഈ ഫ്ലെക്കിനെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ രണ്ട് കണ്ണും വരച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഫ്ലെക്കോട് കൂടിയാണ് വരച്ചേക്കുന്നത് കേട്ടോ. കാണാമല്ലോ. അപ്പോൾ ഞാൻ ക്ലിനിക്കിൻ്റെ തന്നെ പ്രൊഡക്ട്സാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇടണം. രണ്ടെണ്ണം ചെയ്തു വരാവേ. രണ്ട് കണ്ണിൽ മസ്കാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് തിങ് ബ്ലഷറാണ്. ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യണത് കേട്ടോ. ഇവിടെയാണ് ഇടുന്നത് കണ്ടോ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യാം കേട്ടോ. കണ്ടോ? ഇവിടെ നിന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്യും. നമ്മുടെ ചിന്നിനും നമ്മുടെ മൂക്കിനും
ലൈറ്ററുമായിട്ട് വന്ന് ഒത്തിരി കൂടെ ഡാർക്കറാകെ വേണം അവിടെ. സെയിം വേ എല്ലാം ചെയ്ത് നമ്മുടെ ഫോർഹെഡിലേക്ക് ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, രണ്ട് വശവും നമ്മുടെ ഐബ്രോയുടെ ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഒരു ഹൈലൈറ്റ് കൊടുക്കണേ. ഐബ്രോയുടെ ആർച്ച് ശരിയാവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒരു ചെറിയ ഒരു റിഫ്ലക്ഷൻ കിട്ടും, നമ്മൾ അങ്ങോട്ടും നമ്മൾ ഇങ്ങോട്ടും ഒക്കെ തിരിയും. ക്ലിനിക്കിൻ്റെ തന്നെ ചബി ചീക്ക് എന്ന് പറഞ്ഞ ഒരിത് കേട്ടോ. ഇതൊരു ഗ്ലേസിങ് കൊടുക്കും ഇവിടെ, അതുപോലെ തന്നെ ഒരു ഹൈലൈറ്റും കൊടുക്കും. ഇതുപോലെ രണ്ട് സൈഡിലും ഇതിനെ നമ്മൾ നമ്മുടെ ഫിംഗർ വെച്ച് ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഈ ഫിംഗറിൻ്റെ ബാക്കിയാണ് നമ്മൾ അവിടെ ഇടുന്നത് കേട്ടോ, അല്ലാതെ എക്സ്ട്രാ ഒന്നും ഇട്ട് കൊടുക്കണ്ട. എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ഒന്ന് എന്താ ചെയ്യും, ഒന്ന് സ്മൂതൻ ഔട്ട് ചെയ്താൽ മാത്രം മതിയാവും. മനസ്സിലായോ? ഒരു ഹൈലൈറ്റ് തോന്നുന്നു നമ്മുടെ ഓരോ ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴെല്ലാം ഒരു റിഫ്ലക്ഷൻ അല്ലേ? വാട്ട് ഡു യു സേ? ഇപ്പോൾ ലിപ്സ് ഞാൻ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ് ഫില്ല് ചെയ്യാം. അത് ക്ലിനിക്കിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സും കൂടെ ചെയ്തിട്ട് ഇഷ്ടമായോ? ഇനി ഞാൻ തിരിച്ചു വരാം.